ഹലോ, ഇത് ഡാഫോഡിൽസ് മേക്ക് ഓവർ സ്റ്റുഡിയോയിൽ ഒരു സ്കിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. ഇത് ആളുടെ ബിഫോർ ഞാൻ എടുക്കാൻ മറന്നുപോയി. ഇതിപ്പോൾ ഞാനൊന്ന് ഡീറ്റാൻ ചെയ്ത് സ്ക്രബ് ചെയ്തിട്ടുള്ള ഒരു ആഫ്റ്റർ ആണ് കേട്ടോ കാണുന്നത്. ഇതിലും ഭയങ്കരമായിട്ടുള്ളൊരു സിവിയർ പിഗ്മെൻറ്റേഷൻ ആയിരുന്നു വന്നപ്പോൾ ഉള്ളത്. പക്ഷേ അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ആദ്യം ഡീറ്റാൻ ടാൻ കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്തു. ഇതിപ്പം ഞാൻ പിഗ്മെൻറ്റേഷൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പം പിഗ്മെൻറ്റേഷൻ്റെ പിഗ്മെൻറ്റേഷൻ ക്രീം യൂസ് ചെയ്ത് പെനട്രേറ്റ് ചെയ്ത് ഫേസിൽ നല്ല മസാജിങ് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ അൾട്രാസോണിക്കാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പിഗ്മെൻറ്റേഷന് വേണ്ടി തന്നെ നമ്മൾ റെറ്റിനോൾ സിറം അല്ലെങ്കിൽ അർബൂട്ടൈൻ സിറം, അസ്ലിക് ആസിഡ്, നിയാസിനമൈഡ് അല്ലെങ്കിൽ വൈറ്റമിൻ സി സിറം, ഇങ്ങനത്തെ സിറംസൊക്കെ യൂസ് ചെയ്ത് നമ്മൾ അൾട്രാസോണിക് സ്കിന്നിൽ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൾക്ക് ഭയങ്കര ചേഞ്ച് ആയിരുന്നു വന്നപ്പം ഭയങ്കര ഡാർക്കായിട്ടിരുന്ന ഈ കണ്ണിൻ്റെ അടിയിലൊക്കെ ഭയങ്കര ഡാർക്കായിട്ടിരുന്നൊരു പിഗ്മെൻറ്റേഷനായിരുന്നു. പക്ഷേ നമ്മളിത് പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കും തോറും സ്കിന്ന് ബ്രൈറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ആളും ഭയങ്കര ഹാപ്പിയായി. കാരണം ആൾ നല്ലതുപോലെ വെയിലൊക്കെ കൊള്ളുന്ന ഒരു ക്ലയൻറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഈ പിഗ്മെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പം തന്നെ നിങ്ങൾ ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കാര്യം അതുപോലെ നിങ്ങൾ എവിടെ പോയാലും ഒരു SPF 60, 50 ആ റേഞ്ചിലുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക. എന്നിട്ട് ഈ റെറ്റിനോൾ അല്ലെങ്കിൽ അർബൂട്ടൈൻ സിറം, നിയാസിനിമൈഡ് ഇങ്ങനത്തെ സിറംസ് യൂസ് ചെയ്യുക. പിന്നെ ഇപ്പോൾ കണ്ണിൽ ഞാൻ കുക്കുംബർ നല്ലതുപോലെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കോട്ടൺ ഐ പാഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എനിവേ, ഇതാണ് ഫൈനൽ റിസൾട്ട്.